ഇതൊരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഒന്നുമല്ല. ടുഡേ ഈസ് ദ ഡേ 1 ഓഫ് മൈ വെയിറ്റ് ലോസ് ജേണി. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. ഈ ഒരു വീഡിയോ എടുക്കണോ വേണ്ടയോ എന്നുള്ളതിൻ്റെ കൺഫ്യൂഷനിലായിരുന്നു. ഫൈനലി ഐ ഡിസൈഡ് ടു ടേക്ക്. ഹായ്, ഞാൻ ശില്പ ധരൻ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ എല്ലാം എടുക്കുന്നത്. ടു ബി ഹോണസ്റ്റ്, എനിക്ക് അറിയില്ല ക്യാമറയുടെ മുമ്പിൽ എങ്ങനെയാണ് സംസാരിക്കുന്നത്, ഇടപെടുന്നതെന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല. ബിക്കോസ് ഞാനൊരു ഇൻഫ്ലുവൻസർ ഒന്നുമല്ല, ഞാനൊരു സാധാരണ സിമ്പിളായിട്ടുള്ള ഒരാളാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ജേണി ഇവിടെ ഷെയർ ചെയ്യാൻ വിചാരിക്കുന്നത്. ഈ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ആദ്യമായിട്ടൊന്നല്ല ചെയ്യുന്നത്. ഞാൻ ഇടയ്ക്കിട്ട് ഇങ്ങനെ തുടങ്ങും പിന്നെയും നിർത്തും. ഇതിങ്ങനെ ഒരു കൺസിസ്റ്റൻസി ഇല്ലാണ്ട് പൊക്കോണ്ടിരിക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിരിക്കും. നല്ല കറക്റ്റായിട്ട് ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് ഡയറ്റൊക്കെ പ്രോപ്പറായിട്ട് നോക്കും. ബട്ട് ഇടയിൽ എന്തെങ്കിലും ഒരു ബിസി ആയിട്ടുള്ള ഷെഡ്യൂൾ എന്തെങ്കിലും കയറി വരും. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡേ സ്കിപ്പ് ചെയ്യും. പിന്നെ അത് 2 ഡേ ആവും, ചിലപ്പോൾ അത് 3 ആവും. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. സോ ഈ പ്രാവശ്യം ഞാനിങ്ങനെ തുടങ്ങുന്നതിന് മുമ്പ് ആലോചിച്ചു എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ബ്രേക്ക് എടുക്കുന്നതെന്നുള്ളത്. ആൻസർ ഈസ് വെരി സിമ്പിൾ: പെർഫെക്ഷൻ. എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് വേണമെന്ന് അത്യാവശ്യം വാശി പിടിക്കുന്ന ഒരാളാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാറുമുണ്ട്. സോ ഈ വെയിറ്റ് ലോസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനെല്ലാം കറക്റ്റായിട്ടായിരിക്കും, ഒരു പ്രോപ്പർ റൂട്ടീൻ എനിക്ക് ഉണ്ടാവും വെയിറ്റ് ലോസിൻ്റെ ആ ഒരു ഡയറ്റ് എടുക്കുന്നതിൽ. അപ്പോൾ ഇതിൽ ഫോർ എക്സാമ്പിൾ ഇപ്പം എൻ്റെ ഒരു വർക്കൗട്ട് സെഷനോ ഇല്ലെങ്കിൽ ഒരു ഡയറ്റ് മീലോ അല്ലെങ്കിൽ ഡയറ്റഡ് മീൽ എടുക്കുന്ന ടൈമിങ്ങോ വാട്ടർ ഇൻടേക്കോ ഇതിലേതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു മൈന്യൂട്ട് ഡിഫറൻസ് ചേഞ്ചസ് വന്നു എന്ന് വിചാരിക്കാം. ഞാൻ അന്നത്തെ ഡേ പിന്നെ ഡയറ്റ് എടുക്കില്ല, ഡയറ്റ് പൊട്ടിക്കും. അതുണ്ടാവാറുള്ളത്. കാരണം എന്നെ സംബന്ധിച്ച് അതവിടെ ഫ്ലോപ്പായി. കാരണം നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഇപ്പം നമ്മളൊരു ലൈൻ വരയ്ക്കാമെന്ന് വിചാരിക്കാം. അത് സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കില്ല പോകുന്നുണ്ടാവാം. അതുപോലെ ഇരിക്കേണ്ട കാര്യങ്ങൾ ആ ഒരു ലൈനിൽ എന്തെങ്കിലും ചെറിയൊരു വളവോ തിരിവോ വന്നു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കത് മെൻ്റലി ഭയങ്കര പ്രശ്നമായിരിക്കും. സോ ഞാൻ അന്നത്തെ ഡേ പിന്നെ ഡയറ്റ് എന്നെ സംബന്ധിച്ച് അന്നത്തെ ഡയറ്റ് എൻ്റെ പൊട്ടി. സോ പിന്നെ ഞാൻ അന്നൊന്നും ചെയ്യില്ല. സോ പെർഫെക്റ്റ് ഡയറ്റ്, പെർഫെക്റ്റ് റൂട്ടീൻ, പെർഫെക്റ്റ് മൈൻഡ് സെറ്റ്, ഇത് 3 നോക്കിയിരുന്നാൽ ഒന്നും നടക്കില്ല. സോ ദിസ് ഈസ് ഹൗ ഐ ലുക്ക് നവഡേയ്സ്. എൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ഇതൊരു പെർഫെക്റ്റ് ലുക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അല്ല. ഇതൊക്കെ കാണിക്കുന്ന തന്നെ എനിക്ക് ഭയങ്കര ഓക്വേർഡായിട്ടുള്ള കാര്യങ്ങളാണ്. ബട്ട് അക്സെപ്റ്റ് ദ റിയാലിറ്റി എന്ന് പറയില്ലേ, നമ്മൾ ട്രൂത്ത് അക്സെപ്റ്റ് ചെയ്യാതെ ചേഞ്ചസ് ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ ദിസ് ഈസ് മൈ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഞാനിന്ന് ഹെവി വർക്കൗട്ടൊന്നും ചെയ്യുന്നില്ല, സ്ട്രിക്റ്റ് ഡയറ്റും ഉണ്ടാവില്ല. ബിക്കോസ് ഡേ 1 അല്ലേ, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഭയങ്കരമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എവിടെ എത്തത്തില്ല. സോ ഇന്നത്തെ പ്ലാൻ വന്നിട്ട് വളരെ സിമ്പിളാണ്. ജസ്റ്റ് മൂവ് മൈ ബോഡി, പിന്നെ ഫുഡ് ഒന്ന് കൺട്രോൾ ചെയ്യുക, ലൈക്ക് പോർഷൻ കൺട്രോൾ ചെയ്യുക, പിന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കുക, നല്ലൊരു പ്രോപ്പർ സ്ലീപ്പ്. ഇത്രയാണ് ഞാൻ നോക്കുന്നത്. ഞാൻ ഈ ഒരു വീഡിയോ പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യുന്നത് തന്നെ എനിക്ക് തന്നെ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാവാനായിട്ടാണ്. ചിലപ്പോൾ ഇനി സപ്പോസ് നാളെ എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ മോട്ടിവേഷനൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ട്. ഇനി അങ്ങോട്ടേക്ക് ഞാൻ അങ്ങനെ പെർഫെക്ഷനൊന്നും നോക്കി ഇരിക്കുന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലും തിരക്കോ ബിസി ഷെഡ്യൂൾസൊക്കെ വന്നിട്ട് സ്കിപ്പ് ചെയ്തേക്കാം. ചിലപ്പോൾ പ്രോപ്പറായിട്ട് എനിക്ക് റൂട്ടീൻസ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. പക്ഷെ എന്തായാലും നിർത്തില്ല, കൺസിസ്റ്റൻസി ഉണ്ടാവും.
സോ ജിമ്മിൽ ജോയിൻ ചെയ്യണം, ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മളെല്ലാം റെഡി ആയിട്ടേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിരുന്നാൽ ഒന്നും നടപടിയാവില്ല. പെട്ടെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും കൂടുതലും വർക്കൗട്ട് ചെയ്യുക. സോ ദിസ് ഇസ് മൈ ഡേ 1. നെക്സ്റ്റ് വീഡിയോ വന്നിട്ട് ഡേ 7ൻ്റെ അപ്ഡേറ്റ്സ് ആയിരിക്കും. ഇനി അങ്ങോട്ടേക്ക് റെഗുലറായിട്ട് ഇതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ടാകും. സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഡു ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്.